ഏതാനും മണിക്കൂറുകൾ മുൻപാണ് ഒഡീഷയിൽ നടന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളിലെ പൊരുത്തക്കേടുകളെ പറ്റിയുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഒഡീഷയിലെ അപാകതകൾ കോടതി സമക്ഷം എത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വോട്ടിംഗ് മെഷീനുകൾ അഥവാ ഇവിഎമ്മുകൾ സുരക്ഷിതമാണെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വെറും പൊള്ളയാണെന്ന് തെളിയിക്കുന്ന സുപ്രധാന രേഖകളാണ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ എത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്ന SIRനെതിരെ കോടതിയിൽ എത്തിയിട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതി മുൻപാകെ ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങളും എത്തിയിട്ടുള്ളത്. ഒഡീഷ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനുകളിൽ വ്യാപകമായ കൃത്രിമം നടന്നുവെന്നതിന് വ്യക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണും ADR എന്ന സംഘടനയും സുപ്രീം കോടതിയിൽ ശക്തമായ നിയമപോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ബിജു ജനതാദൾ കണ്ടെത്തിയിട്ടുള്ള വിചിത്രമായ കണക്കുകൾ കോടതി വളരെ ഗൌരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാലിയ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ പരാതികൾ പരിഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വോട്ടർമാരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന കർശന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കണ്ടെത്തിയ ക്രമക്കേടുകൾ വീണ്ടും ഒന്ന് പരിശോധിക്കാം. പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക് രേഖപ്പെടുന്ന ഫോം 17C-യും എണ്ണിയ വോട്ടുകളുടെ കണക്കായ ഫോം 20-യും തമ്മിൽ ആകാശവും ഭൂമിയും പോലുള്ള വ്യത്യാസമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഫുൽബാനി അസംബ്ലി മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 57-ലെ കണക്കുകളാണ് ഇതിൽ ഏറ്റവും അമ്പരപ്പുളവാക്കുന്നത്. ഈ ബൂത്തിൽ 682 വോട്ടർമാർ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയതായി ഫോം 17C സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ ഒരു വോട്ട് പോലും കാണാനില്ലായിരുന്നു. അതായത് രേഖപ്പെടുത്തിയ 682 വോട്ടുകളും മെഷീനിൽ നിന്ന് മാഞ്ഞുപോയി. തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനാണ് ഏറ്റവും സുതാര്യമെന്ന് പറഞ്ഞ കമ്മീഷന് 500-ലധികം ആളുകളുടെ വോട്ട് മെഷീനിൽ നിന്ന് അപ്രത്യക്ഷമായത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. വോട്ട് കുറയുക മാത്രമല്ല, ചിലയിടങ്ങളിൽ വോട്ട് വർധനവും ഉണ്ടായിട്ടുണ്ട്. പതമ്പൂർ മണ്ഡലത്തിലെ 14 ബൂത്തുകളിൽ ആകെ രേഖപ്പെടുത്തിയത് വെറും 82 വോട്ടുകളായിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ അവിടെ എണ്ണിയത് 9304 വോട്ടുകൾ. വോട്ട് ചെയ്യാത്ത 9222 പേരുടെ വോട്ടുകൾ എവിടെ നിന്ന് മെഷീനിൽ കയറിയെന്നതിന് ശാസ്ത്രീയമായ വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മെഷീനിൽ പുറമേ നിന്ന് മാറ്റം വരുത്താൻ കഴിയുമെന്ന വാദങ്ങൾക്ക് ഒഡീഷയിലെ കണക്കുകൾ കൂടുതൽ ബലം നൽകുമെന്ന് ഉറപ്പാണ്. കൂടാതെ ഒരേ ദിവസം നടന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസവും സംശയകരമാണ്. ഒരേ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തുന്ന ഒരാൾ ലോക്സഭയ്ക്ക് വോട്ട് ചെയ്തിട്ട് നിയമസഭയ്ക്ക് വോട്ട് ചെയ്യാതെ മടങ്ങുന്നത് സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒന്നാണ്. എന്നാൽ ഒഡീഷയിലെ ആയിരക്കണക്കിന് ബൂത്തുകളിൽ ഇത്തരം വിചിത്രമായ മാറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബിജു ജനതാദൾ ഇതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവർത്തിച്ച് വിശദീകരണം ചോദിച്ചിരുന്നുവെങ്കിലും മൗനമായിരുന്നു മറുപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിസ്സംഗതയ്ക്കെതിരെ കോടതിയിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമാണെന്ന് പറയുന്ന കമ്മീഷൻ എന്തുകൊണ്ടാണ് കണക്കുകളിലെ ഈ പൊരുത്തക്കേടുകൾ വിശദീകരിക്കാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ്. വോട്ടിംഗ് മെഷീനുകൾ അട്ടിമറിക്കപ്പെട്ടുവെന്നും ഭരണകക്ഷിയെ സഹായിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായെന്നും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ വാദിച്ചിരുന്നു. ഡിജിറ്റൽ യുഗത്തിൽ EVMകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ ശരിവെക്കുന്നതാണ് ഒഡീഷയിൽ നിന്നുള്ള ഈ വാർത്തകൾ. രാജ്യത്തെ വോട്ടിംഗ് പ്രക്രിയയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ നിർണായകമാണ്. ഈ രേഖകൾ പരിശോധിച്ച ശേഷം വോട്ടിംഗ് രീതിയിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ കൃത്രിമം നടന്ന ബൂത്തുകളിൽ റീപോളിംഗ് നടത്താനോ കോടതി ഉത്തരവിടുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വോട്ട് ചെയ്യുക എന്നത് വോട്ടറുടെ മൗലിക അവകാശമാണെന്നും അത് അട്ടിമറിക്കപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ മരണമാണെന്നും നിരീക്ഷിച്ചുകൊണ്ട് കോടതി ഈ കേസിൽ വലിയ നടപടികളിലേക്ക് നീങ്ങാനാണ് സാധ്യത.